ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ വരുന്നൊരു പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പല ആൾക്കാരുടെ വീടുകളിലും നമ്മുടെ കുട്ടികൾ വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം കഴിയുന്നില്ല. പല പൂജകളും ചെയ്തു, അതോടൊപ്പം പല വഴിപാടുകളും ചെയ്തു, എന്നിട്ടൊന്നും തന്നെ ഒരു രക്ഷയുമില്ല, വിവാഹമേ കഴിയുന്നില്ല. ജ്യോത്സ്യന്മാരത്ത് പോയി നോക്കിയ സമയത്ത് ഇപ്പോൾ ഏകദേശം സമയം ആയിട്ടുണ്ട്, ഇപ്പം നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിന് വേണ്ടി രംഗത്തിറങ്ങിയത്. എന്നിട്ടും വിവാഹം നടക്കുന്നില്ല. എന്താണ് കാരണം? ഇനി ഇത് മാത്രമല്ല, വിവാഹത്തിൻ്റെ കാര്യം മാത്രമല്ല, ഒരു വീട് പണി എന്ത് ചെയ്തിട്ടും നടക്കുന്നില്ല, അത് മുടങ്ങിക്കിടക്കുന്നു. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കെല്ലാം ക്ലിയറായി വന്നു വരുമ്പോഴും അത് എന്തെങ്കിലും കാരണവശാൽ മുടങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണം ഉണ്ടാവുമല്ലോ. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? ഇപ്പം മകള് വിവാഹപ്രായത്തിൽ നല്ല നല്ല ആലോചനകൾ വരുന്നുണ്ട്. ഈ ആലോചനകൾ വരുന്ന അവസരത്തിലും അതൊക്കെ മുടങ്ങിപ്പോകുന്നു. മകൻ ഗൾഫിലാണ്, അല്ലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, എല്ലാവിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വിവാഹത്തിൻ്റെ കാര്യത്തിൽ പല കുട്ടികളെയും കണ്ടു, അവർ വന്ന് നോക്കി, എല്ലാം ശരിയാകുമ്പോഴും ഈ കാര്യം നടക്കുന്നില്ല. അതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള വഴിപാടുകൾ ചെയ്തു, പലതരത്തിലുള്ള പൂജകൾ ചെയ്തു, രക്ഷയില്ല. ഇതേപോലെ തന്നെ ചില ആൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നേ ഇല്ല. ഉരുള് കമഴ്ത്തി നോക്കി, മറ്റത് പല സ്ഥലത്തും തൂക്കം നേർന്നു, തുലാഭാരം നേർന്നു, പല നേർച്ചകളും വഴിപാടുകളും ഒക്കെ ചെയ്തു, ഒരു രക്ഷയുമില്ല. ഡോക്ടർമാരുടെ അടുത്ത് പോയ സമയത്ത് പറഞ്ഞ് നിങ്ങൾക്ക് യാതൊരു വിധത്തിലും കുഴപ്പമില്ല. ഞാനവിടെ പുരുഷനോട് പറയുന്നു, പെൺകുട്ടിയോട് പറയുന്നു മോൾക്ക് യാതൊരു വിധത്തിൽ തകരാറുമില്ല എന്ന്. പിന്നെ എന്താണ് ഇങ്ങനെ തടസ്സമുണ്ടാകാൻ കാരണം? അപ്പോൾ മറ്റോ യാതൊരു തരത്തിലുള്ള ദോഷവും നമ്മളെ പ്രത്യക്ഷത്തിൽ കാണാനില്ല എങ്കിൽ യാതൊരു സംശയവും വേണ്ട, അതിൽ പ്രധാനമായിട്ടൊരു ദോഷം നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമ്മൾ കണ്ടെത്താൻ ഒരു വിഷമവും വേണ്ട. ഞാനിപ്പോൾ അത് അങ്ങോട്ട് പറയാൻ പോവാണ്. ഇപ്പോൾ പറയാൻ പോവുകയാണെന്ന് പറയുമ്പോൾ സമയത്ത് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതെന്നറിയോ, നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഏത് കാര്യത്തിന് വേണ്ടിയിട്ട്, വിവാഹ തടസ്സം, സന്താനമില്ലായ്മ, അതുപോലെ തന്നെ ജോലി കാര്യങ്ങൾക്ക് തടസ്സം, ഇതൊക്കെ ഉണ്ടാകുന്നില്ലേ? അതിൻ്റെ പ്രധാന കാര്യം ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രധാനമായ കാര്യം എന്താണ്? ഒരുപാട് ദേവന്മാർക്ക് വേണ്ടിയിട്ടുള്ള വഴിപാടുകളും പൂജകളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേവന്മാർക്ക് വേണ്ടുന്ന കർമ്മങ്ങളെല്ലാം നമ്മൾ പൂർത്തിയാക്കുന്നു, എന്നാൽ നമ്മൾക്ക് കാര്യങ്ങൾ നടക്കുന്നില്ല. അതൊക്കെ തന്നെ നടക്കാതെ അവിടെ തടസ്സമായി കിടക്കുന്നു. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് രണ്ട് തരത്തിലുള്ള കർമ്മങ്ങളാണ് ചെയ്യാനുള്ളത്. മനുഷ്യന്മാരായ നമ്മൾക്ക് രണ്ട് തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിലൊരു കർമ്മം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. എന്താണ്? ദേവന്മാർക്കുള്ള കർമ്മം. ഇനി വേറൊരു കർമ്മമുണ്ട്, അതാണ് പിതൃക്കൾക്കുള്ള കർമ്മം, അതാണ് പിതൃകർമ്മം എന്ന് പറയുക. ഈ പിതൃകർമ്മം കൂടി നമ്മൾ ചെയ്താൽ നമ്മളുടെ ആ ഒരു തടസ്സങ്ങളെല്ലാം കൊണ്ട് നീങ്ങും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തരത്തിൽ വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്ക് തടസ്സമായി തീരുന്നത് എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാന കാര്യം എന്താണെന്നറിയോ? ഈ വിവാഹം കഴിയാതെ അല്ലെങ്കിൽ വിവാഹ പരാജയം സംഭവിച്ച ഏതോ ഒരു മോക്ഷം കിട്ടാത്ത പിതൃ നമുക്കുണ്ടാവാം. പൂർവികരായ ഏതോ ഒരാളുണ്ട്, അവർക്ക് വിവാഹം നടന്നിട്ടുമില്ല, അതുപോലെ തന്നെ അല്ലെങ്കിൽ വിവാഹം നടന്നെങ്കിൽ തന്നെ അത് മംഗളകരമായിട്ടില്ല, അത് പലതരത്തിലും അലസിപ്പോയി എന്നിരിക്കട്ടെ. അവർക്ക് ഈ നിരാശ ആ പിതൃവിനുണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടുന്നത്, പിതൃ ആയിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്നത്, ശരിക്കും പറഞ്ഞാൽ മരിച്ച ആൾക്കാർക്ക് വേണ്ടുന്നത് പിതൃകർമ്മമാണ്. എന്നുവെച്ചാൽ അവരുടെ സ്ഥൂല ശരീരം അങ്ങ് നഷ്ടപ്പെട്ടു, സൂക്ഷ്മ ശരീരമാണ് പിന്നെയുള്ളത്. ആത്മാവല്ലേ, ആത്മാവ് പോയി, ആത്മാവ് പുനർജന്മം കിട്ടാൻ വേണ്ടി പോയി. പക്ഷേ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഉണ്ടല്ലോ, അതിൽ ഈ സൂക്ഷ്മ ശരീരമായിട്ടുള്ള പിതൃവിന്
ഇത് നടക്കാത്തതിൻ്റെ നിരാശ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ആ അവസരത്തിൽ ഇങ്ങനെയുള്ള ആത്മാക്കൾക്ക് മറ്റുള്ളവരുടെ ഇതിനോട് ചെറിയൊരു ദേഷ്യം ഉണ്ടാകും. ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഉടമകൾക്ക് ഇതിനോടൊരു തടസ്സമായി നിൽക്കും അവരെപ്പോഴും. അപ്പോൾ അവർ ഏതെങ്കിലും കാര്യത്തിൽ അവരുടെ ആയിട്ട് ബന്ധമുള്ള സൂക്ഷ്മ ശരീരത്തിന് എങ്ങനെ ബന്ധമെന്ന് നമ്മൾ നോക്കണം. കാരണം എന്നറിയാം, ഒരു സ്ത്രീയും പുരുഷനും സംഗമിച്ചിട്ടാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത്. ഇതിൽ ഈ സ്ത്രീയും പുരുഷനും മരിച്ചു എന്നിരിക്കട്ടെ, ഈ മരിക്കുന്ന അവസരം സംഗമിക്കുമ്പം ഈ പുരുഷൻ്റെ ബീജം സ്ത്രീയുടെ അണ്ടത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഈ ബീജം വളർന്ന് ഒരു കുട്ടിയാവുമല്ലോ. അപ്പോൾ ഈ പുരുഷൻ്റെ ശരീരത്തിലുള്ളതും ആ അണ്ടത്തിലൂടെ വളർന്നുകൊണ്ട് അമ്മയുടെ ശരീരത്തിലുള്ളതുമായ കോശങ്ങൾ എന്തായാലും ഈ കുട്ടിയിലുണ്ടാവുമല്ലോ. ഈ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയിലൂടെ അത് ഉണ്ടാവുമല്ലോ, അവരുടെ കുട്ടിയിലും അത് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ പോലും ഇദ്ദേഹത്തിൻ്റെ സമാന്തര കോശങ്ങളുള്ള ഒരു തലമുറയാണ് പിന്നീട് വളർന്നു വരുന്നത്. അപ്പോൾ ഇവരുടെ സ്ഥൂല ശരീരം നശിച്ചാലും ആ സൂക്ഷ്മ ശരീരവും ഈ ശരീരവുമായിട്ട് ബന്ധമുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് അവരെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശല്യം ചെയ്യുമ്പോൾ എന്ത് വേണം? നമ്മളെ ശല്യം ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റ കാര്യമുള്ളൂ. ഏതൊരാൾ നമ്മളെ ശല്യം ചെയ്യുന്നിരിക്കട്ടെ, അത് നമ്മുടെ പ്രത്യക്ഷത്തിൽ ഭൗതിക ലോകത്തുള്ള ഒരാൾ നമ്മളെ ശല്യം ചെയ്ത് നമുക്ക് ശത്രുവായി ഭവിക്കുന്നുണ്ടെങ്കിൽ ആ ശത്രുവിനെ നമ്മൾക്ക് സുഹൃത്താക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഇതില്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല കാര്യം എന്താണ്? ശത്രുവിനെ നമ്മൾ സുഹൃത്താക്കുക എന്നുള്ളത്. അപ്പോൾ ശത്രുവിനെ സുഹൃത്താക്കി കഴിഞ്ഞാൽ പിന്നെ ആ ശത്രു നമുക്ക് മിത്രമായി തീരും, ആണല്ലോ. ഇപ്പം എന്നെ അകാരണമായിട്ട് എന്നോട് ശത്രുതയുള്ള ഒരാളാന്നിരിക്കട്ടെ, അവരെക്കുറിച്ച് ഞാൻ നല്ല നല്ല കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അവരെക്കുറിച്ച്. എപ്പോഴും അവരോട് തന്നെ പറയണം, അല്ലാണ്ട് വേറൊരാളോടല്ല. അവർക്ക് വേണ്ടപ്പെട്ട ഒരാളോടും പറയുന്നിരിക്കട്ടെ, അവരുടെ ഭാര്യയോടോ അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനോടോ അവരുടെ മക്കളോടോ പറഞ്ഞ് നിൻ്റെ അച്ഛൻ വളരെ നല്ലതാണ്, അവരങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നാടിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, ഇത്രയും നല്ലൊരു മനുഷ്യൻ ഈ നാട്ടിലേ ഇല്ല. ഇത് അവർ കേൾക്കത്തക്ക വിധത്തിൽ അത് വേറെ ആളും പറഞ്ഞാൽ ഇങ്ങനെ വിനോദ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നിരിക്കട്ടെ. അതുപോലെ വിനോദ് തന്നെ ഞാൻ തന്നെ അദ്ദേഹത്തിനോട് പറയുന്നത്, നിങ്ങളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് സമൂഹത്തിലുള്ളത്, നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണ്, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രേഷ്ഠമാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അയാളെ പുകഴ്ത്തിയെന്നിരിക്കട്ടെ. അപ്പോഴെന്തായിരിക്കും ആ ശത്രുവിൻ്റെ മനസ്സിലും എന്നോട് ചെറിയ എന്തെന്നില്ലാത്തൊരു മമതി ഉണ്ടാവും. എന്നോട് മോശമായിട്ട് പെരുമാറാൻ അദ്ദേഹത്തിന് ഒരു മടി. കാരണം വെച്ചാൽ എന്നെ പുകഴ്ത്തി പറയുന്നല്ലേ, എൻ്റെ നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതല്ലേ, അപ്പം ഞാൻ എന്തിനാണ് ഇദ്ദേഹത്തിനെ ഉപദ്രവിക്കേണ്ടത് എന്നുള്ളൊരു ചിന്തയോടുകൂടി ആ ശത്രുവായ എന്നെ ദ്രോഹിക്കുന്ന വ്യക്തിക്ക് ആ മനസ്സിൽ അല്പം അലിവുണ്ടാകും, കരുണയുണ്ടാകും എന്നർത്ഥം. ഇത് തന്നെയാണ് പിതൃക്കൾക്കുണ്ടാകുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ശനിയുടെ ദോഷത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയാൽ മനസ്സിലാവും ശനി ദോഷം എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത്. അപ്പോൾ അതുപോലെ ഇവിടെ നമ്മുടെ പിതൃക്കളായ ആൾക്കാർ നമ്മളോട് ഒരു ഇതുണ്ടാവുമല്ലോ, ദേഷ്യമോ അല്ലെങ്കിൽ നമ്മുടെ ഇതിന് അവരുടെ ഈ കിട്ടാത്ത സുഖങ്ങൾ നമ്മൾ നമുക്ക് കിട്ടുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അവർ പ്രേതാത്മാവാണ്. ആ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ ഈ മരിച്ച ശരീരത്തിനാണ് പ്രേതം എന്ന് പറയുക, മരിച്ചതിനെ ഒക്കെ. അപ്പോൾ ആ പ്രേത ശരീരമായിട്ടുള്ള സൂക്ഷ്മ ശരീരമായിട്ടുള്ളത് പിന്നീട് നമ്മളോട് അല്പം അനുകമ്പ അടുപ്പം തോന്നും. അതിനെന്ത് വേണം? അവരെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതെല്ലാം ഉണ്ടാകുന്നത് അവർക്ക് കിട്ടാത്തത് നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ പിതൃകർമ്മം നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നിരിക്കട്ടെ. അമാവാസ്യ തോറും നമ്മൾ അതിൻ്റെ പിതൃകർമ്മങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റു തുലാമാസത്തിൽ ചെയ്യുന്ന കർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഇങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ അവർക്ക് നമ്മളോടൊരു മമതയുണ്ടാവും, താല്പര്യമുണ്ടാവും. കാരണം അവർക്ക് ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യമുള്ള വസ്തു എന്താണോ അത് നമ്മൾ കൊടുക്കുന്നു. സൂക്ഷ്മ ശരീരമായിട്ടുള്ള അതിന് സൂക്ഷ്മമായിട്ടുള്ള ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷ്മമായിട്ടുള്ള ഭക്ഷണങ്ങൾ വെച്ചിട്ടുള്ള ബലികർമ്മം നടത്തുന്നത്. ഈ ബലികർമ്മം നടത്തുമ്പോൾ ആ സൂക്ഷ്മ ശരീരത്തിന് സന്തോഷമാകും. അങ്ങനെ അതിനെ തൃപ്തിപ്പെടുത്തുന്ന അവസരത്തിൽ എന്തായിരിക്കും സ്ഥിതി? പിന്നീട് ഇതിൻ്റെ ശല്യം നമുക്ക് ഉണ്ടാകില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിൽ നമ്മൾ അവരെ പ്രീതിപ്പെടുത്തണം എന്ന് പറയുന്നത്. ഇതിനെ ഇനി മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. അത് അയ്യോ എൻ്റെ അച്ഛൻ അങ്ങനെ അല്ലല്ലോ എന്ന് ചെയ്യുന്നത്. നമ്മുടെ അച്ഛൻ തന്നെ ആവണമെന്നില്ല, നമ്മുടെ അമ്മ തന്നെ ആവണമെന്നില്ല. നമ്മുടെ പൂർവികർ എന്ന് പറഞ്ഞാൽ എത്രയോ തലമുറ അങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ആ ഒരു പരമ്പരയിൽപ്പെട്ട നമ്മൾക്ക് അതിൽ ബാധ്യതയുണ്ട് എന്നർത്ഥം. നമ്മൾ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നില്ല, പിതൃകർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മളെന്ന് ചിന്തിക്കുന്നത് വെച്ചാൽ അത് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ആണെന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്. പിതൃക്കൾക്ക് വേണ്ടിയിട്ടേ അല്ല നമ്മൾ അത് ചിന്തിക്കുക. ഈ പിതൃകർമ്മം ചെയ്യുന്നതെല്ലാം തന്നെ
നമുക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടണം. അവരുടെ അനുഗ്രഹം കിട്ടിയാലാണ്, പിതൃക്കളുടെയൊക്കെ അനുഗ്രഹം കിട്ടുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുക. അപ്പോൾ നമ്മുടെ ജീവിതം ധന്യമാക്കണോ വേണ്ടോ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എല്ലാവരുടെയും ഈ പ്രകൃതിയുടെ അനുഗ്രഹമുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും ഉപയോഗിക്കുന്നത്. പ്രകൃതി ക്ഷോഭിച്ചു കഴിഞ്ഞാലോ നമുക്കത് ദോഷമായിട്ടല്ലേ മാറുന്നത്. അപ്പോൾ പ്രകൃതി നമ്മളെ ഇതാവുന്നുണ്ട്. അതുപോലെ തന്നെ പിതൃക്കളുടെ അനുഗ്രഹമുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളും നമ്മളെ അനുഗ്രഹിച്ചിട്ടാണുള്ളത്. അപ്പോൾ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ അവരെ ഒരിക്കലും ഉപദ്രവിക്കരുത്. അവർക്ക് നമ്മൾ എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്യുക. അപ്പോൾ അവരുടെ തലമുറ എന്ന രീതിയിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പിതൃക്കൾക്ക് വേണ്ടുന്ന കർമ്മം ചെയ്യുക, പിതൃകർമ്മം ഭംഗിയായിട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ദേവകർമ്മങ്ങളാണ് ചെയ്യുന്നതെല്ലാം തന്നെ. ക്ഷേത്രത്തിൽ പോകുന്നു, ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടെ നമ്മൾ ശയനപ്രതിഷ്ഠ നടത്തുന്നുണ്ട്, പല പല ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നു, തീർത്ഥാടനം ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. വീട്ടിൽ ഗണപതി ഹോമം നടത്തുന്നുണ്ട്, കുടുംബക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ദേവകാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പിതൃകർമ്മവും കൂടി ചെയ്യണം. ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ തടസ്സങ്ങളെല്ലാം തീരുക. ചില ജ്യോത്സ്യന്മാർ പറയും നിങ്ങൾക്ക് പിതൃക്കളുടെ ഗുണങ്ങൾ കുറവാണ്, അപ്പോൾ ആ പിതൃക്കളെ പ്രീതിപ്പെടുത്തണം എന്ന് പറയും. അപ്പോൾ ചില ആൾക്കാർ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരെ ഞാൻ നല്ലതുപോലെ പ്രീതിപ്പെടുത്തിയിട്ടുണ്ട്, അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ടാണ്, അങ്ങനെയാണ് അവർ മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ എന്താണ് ഇതാക്കേണ്ടത്? ഈ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പിന്നെ മരിച്ചിട്ട് എന്ത് ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കും. മരിച്ചിട്ട് ചെയ്യുന്നത് ഈ ശരീരം, യഥാർത്ഥത്തിലുള്ള സ്ഥൂല ശരീരം നമ്മൾ ദഹിപ്പിച്ച് കളഞ്ഞു. പക്ഷെ ആ ശരീരത്തിലൊരു സൂക്ഷ്മ ശരീരമുണ്ട്. ആ സൂക്ഷ്മ ശരീരത്തിനെയാണ് നമ്മൾ ഈ ബലികർമ്മവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർക്കുക. അപ്പോൾ മരിച്ചു കഴിഞ്ഞാലും ഈ അച്ഛനല്ല, ചിലപ്പോൾ നമ്മുടെ അച്ഛനായിരിക്കണമെന്നില്ല, ആ പിതൃക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛനും ഒക്കെ ഉണ്ടാവും. അവരുടെയൊക്കെ പ്രീതി നമുക്കുണ്ടാവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക. ഞാൻ ഒരാളെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് യുക്തിപൂർവ്വം ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനിക്കാം. ഇത് ഞാൻ എൻ്റെ ഒരു ചെറിയ അറിവ് എൻ്റെ കുടുംബാംഗങ്ങളായ സജ്ജനങ്ങൾക്കുള്ളിൽ വെച്ചു എന്ന് മാത്രം. ഏതായാലും മറ്റൊരു വിഷയമായി നമുക്ക് മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.